എന്നാലും ആശാന്റെ ജീവിതത്തിൽ നടത്തിയെടുത്തൊരു വേഷം ഈ നാരായണി മകൾ നാരായണി തന്നല്ലോ. എനിക്കതിൽ അദ്വൈതമായ സന്തോഷമുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. ഒന്നും സംഭവിക്കുന്നില്ല. പതിവ് പോലെ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നാം സുന്ദര സ്വപ്നങ്ങൾ കണ്ട് മയങ്ങി ഉറങ്ങും. MLA യോ? ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പൊ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ അപാരമായ അർത്ഥമില്ലാത്ത തലങ്ങളിൽ അനാവശ്യമായി സഞ്ചരിക്കുന്ന തിരുമന്ത അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് വിഷമാണ്. ഇനി 4 ദിവസമേ പ്രചരണത്തിനുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിഷമം. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണയുള്ള താൻ ഒരുപാട് പുളുത്തു. എപ്പോഴും പറയണ ഡയലോഗ്. ഒക്കെ രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്. ഇവിടെ മന്ത്രിയാവുന്ന നിങ്ങളല്ലാതെ തീരുമാനിക്കേണ്ടത്. ഞാൻ വികസനത്തിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുക്കാം, 2 ഡയലോഗ് അടിക്കാന്ന് പറഞ്ഞു പോകുമ്പോ അവര് പറയണ മക്കളെ നമുക്ക് വികസനം അല്ല. കേരളത്തില് എന്തുകൊണ്ട് BJP വരണം? ചക്ക എന്നാൽ താമരയാണ്, താമര എന്നാൽ ചക്ക തന്നെയാണ് എന്ന വലിയ കണ്ടുപിടുത്തം നടത്തിയ BJP കാൻഡിഡേറ്റ്സ് കേരളത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം കേരളത്തിൽ BJP വരണം എന്ന് ഞാൻ പറയില്ല. ഇല്ലെങ്കിൽ നീ പറയില്ലേ? എനിക്കത് പറയാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ മര്യാദയ്ക്ക് പോകുന്ന ഈ കേരളം മുഴുവനും ഒരു കലാപഭൂമിയാക്കണമെങ്കിൽ BJP തന്നെ വരണം എന്നുള്ളതാണ്. അതിന്റെ മാസ്റ്റർ പീസാണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. മറ്റൊരു കാരണം ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെ പോലെ കേരളവും പട്ടിണി കൊണ്ട് നട്ടം തിരിയണമെങ്കിൽ BJP വരണം എന്നാണ്. സത്യം പറയുള്ളൂ. ഇപ്പോ സമാധാനമായി പോകുന്ന നമ്മുടെ കേരളത്തില് സർവ്വസമാധാനവും നഷ്ടപ്പെടാൻ BJP തന്നെ വരണം എന്നാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം അതങ്ങ് നഷ്ടപ്പെടുത്താൻ BJP തന്നെ വരണം. ഒട്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. 5 എവിടെയെങ്കിലും 2 പേര് പ്രണയിച്ചിരുന്നാല് അവരെ ഓടിച്ചിട്ട് ചൂരലിന് തല്ലണമെങ്കിലോ അതിനും BJP വേണം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. 6 ഇനി കന്നാലിയുടെ പേരില് മനുഷ്യരെ തല്ലിക്കൊല്ലണമെങ്കിലോ അതിനും കേരളത്തിൽ BJP തന്നെ വേണം. ഇവന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. വർക്കല നടന്ന ഓർമ്മയുണ്ടല്ലോ അല്ലേ? 7 സ്കൂളുകൾ പൂട്ടി ശാഖകളാക്കണമെങ്കിലോ അതിനും BJP വേണം. 8 അല്പം മോഡേണായ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെയൊക്കെ ഓടിച്ചിട്ട് തല്ലണമെങ്കിലോ അതിനും BJP വേണം. 9 ഇനി ജനാധിപത്യം, ഡെമോക്രസി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് അടിച്ചുവാരി അറബിക്കടലിൽ കളഞ്ഞിട്ട് രാജഭരണം തിരികെ കൊണ്ടുവരണമെങ്കിലോ അതിനും കേരളത്തിൽ BJP വേണം. എന്തിനാണ് ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ മണിമണി പോലെ തുറന്നു പറയണത്? ഒരു സുഖം. 10 ബീഫ് തിന്നുന്ന നമ്മുടെ കേരളത്തിലെ മലയാളിയെ തല്ലിക്കൊല്ലാൻ ആരെങ്കിലും വേണ്ടേ? അതിനും BJP വേണം. ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഇനി നമ്മുടെ കേരളത്തിലെ അച്ഛന്മാരെയും പാസ്റ്റർമാരെയും നമുക്ക് പ്രിയപ്പെട്ട കന്യാസ്ത്രീമാരെയും ഒക്കെ തല്ലി ഓടിക്കാനും ജയിലിലിടാനും ആര് വേണം? BJP വരണം. ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ക്രിസ്ത്യൻ പള്ളികളൊക്കെ അടിച്ചു തകർക്കാനോ BJP വേണം. മുസ്ലിം പള്ളികൾ പൊളിച്ചു കളയാനോ അതിനും BJP വേണം. മനുഷ്യനെ മതം പറഞ്ഞ് തിരിക്കാനോ അതിനും കേരളത്തിൽ BJP തന്നെ വേണം. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനവും പോലെ ബാലവേല നമ്മുടെ നാട്ടിൽ പടർത്താൻ BJP വേണം. ദളിതായിട്ടുള്ള ജനങ്ങളെ അടിമകളാക്കി കാണാൻ നമ്മുടെ നാട്ടിൽ BJP വേണം. JCB കൊണ്ട് വീട് പൊളിക്കാൻ BJP തന്നെ വേണം. UP പോലെ പട്ടിണി മൂക്കാൻ BJP വേണം. നഗ്നസ്വാമിമാരെ കൊണ്ട് കേരളം നിറയ്ക്കാനോ അതിനും BJP വേണം. എന്നാലേ ദഹിക്കൂ. ഒരു പ്രത്യേക ജീവിതമല്ലേ? ചുരുക്കി പറഞ്ഞാലേ ഇന്ത്യയിൽ ആകെ കൊള്ളാവുന്ന ഒരു സംസ്ഥാനം, അത് പൂർണ്ണമായും നാശമാക്കാൻ BJP തന്നെ വേണം. അപ്പോ ജയ് BJP. സുഖദമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. പുതുമുത്തച്ഛന്മാർ ചെയ്ത പുണ്യം കൊണ്ടാ കാറ്റുപോകാതെ ഇവിടെ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നത്.